കല്ല് കടിച്ച ഒരു കാര്യം, രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ആ, ആകെക്കൂടെ മോശമായി ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നുള്ളതാണ്. സമദാനി തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഒരുപക്ഷേ രണ്ട് മൈക്കും അടുത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് നേരിട്ട് കേൾക്കാൻ പറ്റാത്തത് നമ്മൾ BJP നേതാക്കളുടെ പ്രസംഗത്തിൽ, മോദിയുടെ പ്രസംഗത്തിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചതാണോ? ഇനി അതല്ലാതുള്ള പ്രശ്നമാണോ? കാരണം രാഹുലിന് കേൾക്കാൻ പറ്റുന്നുണ്ട്. രാഹുൽ ഇദ്ദേഹം പറയുന്നത് തെറ്റ്. അദ്ദേഹത്തിന് മലയാളമൊക്കെ നന്നായി മനസ്സിലായി തുടങ്ങി. രാഹുൽ ചില കാര്യങ്ങൾ തിരുത്തി പറയുന്നുണ്ട്, ചില പേരുകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞതിൽ നിന്ന് നേരെ വിരുദ്ധമായ കാര്യങ്ങൾ വരെ പറയുന്ന രൂപത്തിലേക്ക് ആ ട്രാൻസ്ലേഷൻ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ജ്യോതി വിജയകുമാർ മുമ്പ് വളരെ കൃത്യമായി ഭംഗിയായിട്ട് അത് ചെയ്യാറുണ്ടായിരുന്നു. അതിന്റെ ഒരു കുറവ് ഞാൻ അതിൽ കാണുന്നുണ്ട്. കൂടുതൽ ഭംഗിയായതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതായിരിക്കും. മേ ബി അതെനിക്കറിയില്ല. സമദാനി അതിൽ എന്തായാലും സമദാനി നല്ലൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഭാഷാപരമായ ബുദ്ധിമുട്ടൊന്നുള്ള ആളല്ല. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ആ പ്രസംഗം എന്തായാലും മോശമാക്കി കളഞ്ഞു എന്നുള്ളതാണ്. എന്താണ് സംഘനൃത്തം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അല്ല, ഞാൻ പറയട്ടെ സുനിലേ, സുനില് പറഞ്ഞല്ലോ, കുറെ നേരം പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞോട്ടെ, ശരി ശരി ഞാൻ പറഞ്ഞോട്ടെ. ആ അല്ല, അത് മാത്രമല്ല, രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യം, കേരളത്തിലെ UDF നേതാക്കൾ ഒരുമയോടെ ഒരു സംഘനൃത്തം പോലെ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയാൽ കേരളത്തിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് കോൺഗ്രസ് നേതാക്കളോട് കൃത്യമായി പറയുന്നത് തന്നെയാണ്. ആ സംഘനൃത്തമല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് സിംഗിൾ ഡാൻസ് നടത്താൻ നിൽക്കണ്ട എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ഡാൻസ് പല ഘട്ടങ്ങളിൽ അദ്ദേഹം കണ്ടതുകൊണ്ടായിരിക്കും. സംഘനൃത്തത്തിന് ഇംഗ്ലീഷ് എന്താ? എന്താ ഗ്രൂപ്പ് ഡാൻസ് അല്ല, ഞാൻ ആ ഭാഗത്ത് കേട്ടു. അല്ല ഞാൻ ചോദിച്ചതാ, എന്ത് പറ്റി? അതിന്റെ ഗ്രൂപ്പ് ഡാൻസ് ആണെന്നല്ലോ പറയുക. ആ. അല്ല, അങ്ങനെ വേണമെങ്കിലും തർച്ചു പോയി. ഗ്രൂപ്പ് ഡാൻസ് ആകരുത് എന്ന് പറയുമ്പോൾ അങ്ങനെയും ഒരു അർത്ഥമുണ്ട്. ഗ്രൂപ്പുകളാണല്ലോ ഒരേ സമയം ശക്തിയും ദൗർബല്യവും. തക്കടിച്ചതാണല്ലേ, മനസ്സിലായില്ല. ശരി, സംഘനൃത്തം വേണമെന്ന് അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും കോൺഗ്രസിനകത്ത് നേതാക്കൾ തമ്മിൽ നടക്കുന്ന യുദ്ധം ഇനി അത് അവസാനിപ്പിക്കാനായി എന്ന കൃത്യമായ സൂചന ഒരു പൊതുയോഗത്തിൽ നടത്തുമ്പോൾ അത് കൃത്യമായ സന്ദേശമാണ്. അണികൾ കൂടി കേൾക്കെ അത് ചെയ്യുമ്പോൾ അത് നേതാക്കളുടെ ഉത്തരവാദിത്വം കൂട്ടുന്നു എന്നുള്ളതാണ്.